ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട, ഈ കുഞ്ഞിനെ നമുക്ക് പിന്നെ അനാഥാലയത്തിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ, നമുക്ക് ആ കുഞ്ഞിനെ അവിടെ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പ്രസവിച്ച കുഞ്ഞല്ലേ, അപ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെന്താ സംഭവിച്ചത്, നമുക്ക് മക്കൾ കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ പോറ്റാൻ പറ്റില്ല, പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. താനൂരിൽ 3 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ എനിക്കൊപ്പം ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓടുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്. നജീബ് എന്നാണ് പേര്. അദ്ദേഹമാണ് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പ്രസവത്തിന് ശേഷം ഡിസ്ചാർജായി അവിടെ താനൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ കാര്യം പോലീസിനെ അറിയിക്കുകയോ, ഇതിപ്പോൾ ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ? കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയിൽ അവർ ഡിസ്ചാർജ് ചെയ്ത് കയറി സാധാരണ അമ്മയും കുഞ്ഞാകുമ്പോൾ അവർക്ക് സർക്കാർ വണ്ടി കൊടുക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തതല്ലേ, അമ്മയും കുഞ്ഞല്ലേ, നിങ്ങൾക്ക് സർക്കാർ വണ്ടി തരില്ല ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല, പിന്നെ ഞങ്ങളടുത്ത് പിന്നെ കാർ വിളിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഓട്ടോയിൽ പോയാൽ മതി, ഞങ്ങൾക്ക് താനൂരേക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ തന്നെ ഞാൻ അവരെ കയറ്റി ഞാൻ പോയിക്കൊണ്ട് കുറച്ചൊരു 10 കിലോമീറ്റർ എത്തിയപ്പോൾ അവർ പറഞ്ഞ്, പിന്നെ മോനെ ഞങ്ങളൊരു കാര്യം പറയാണ്ട്. വെച്ചാൽ എന്താ കാര്യം എത്താന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞ് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട, ഈ കുഞ്ഞിനെ നമുക്ക് പിന്നെ അനാഥാലയത്തിൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ, നമുക്ക് ആ കുഞ്ഞിനെ അവിടെ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പ്രസവിച്ച കുഞ്ഞല്ലേ, അപ്പോൾ നമുക്കത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതെന്താ സംഭവിച്ചത്, നമുക്ക് മക്കൾ കൂടുതലാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ പോറ്റാൻ പറ്റില്ല, പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. അപ്പോൾ ആ കുഞ്ഞ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ആദ്യം ഓർമ്മയില്ലെന്ന് വെച്ചു. അപ്പോൾ അത് ആദ്യം ഓർമ്മയില്ല. ഇപ്പോൾ 4 മാസമോ പിന്നെ വയറ്റിൽ മൂത്രക്കരയാണ്, അതുകൊണ്ട് പിന്നെ വിവരം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു പോയത്. അപ്പോൾ ആദ്യം അബോർഷൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഏതായാലും പിന്നെ 3 പെൺകുട്ടികളല്ലേ നിങ്ങൾക്ക്, ഇത് 4ാമത്തെ ആൺകുട്ടിയല്ലേ, ഇത് നിങ്ങൾക്ക് ഭാഗ്യമായിരിക്കും, നിങ്ങളതിനെ പോറ്റിക്കോളി അറിയും. അപ്പോൾ അവർ പറഞ്ഞ് അത് പോറ്റാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്, കിട്ടിയ ആൾ നോക്കുന്നില്ല, അപ്പോൾ ഓന് പിന്നെ അങ്ങനത്തെ ഒരാളാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് നമ്മൾ. അപ്പോൾ പോറ്റുന്ന ആർക്കെങ്കിലും കൊടുക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു പണി ചെയ്യുക, നിങ്ങളെ നമ്പർ തരി, നമുക്കിത് ആർക്കെങ്കിലും കൊടുക്കാം, നിങ്ങളെ നമ്പർ തരുന്നത് പോലെ നമ്പർ നിങ്ങൾ വണ്ടി ഓന്താ ചെയ്യണം, നിങ്ങൾ പോവുകയാണെങ്കിൽ ഇത് ആർക്കെങ്കിലും നമ്മൾ പോണ വഴിക്ക് ആർക്കെങ്കിലും കൊടുക്കാനേ പറ്റുള്ളൂ, അല്ലാണ്ട് വീട്ടിലെത്തിയാൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രസവിക്കാൻ വന്നല്ലേ, അപ്പോൾ നിങ്ങളെ അയൽവാസികളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ ഗർഭിണിയായി വന്ന്. അപ്പോൾ ആ വല്യമ്മ പറയാണ്, പിന്നെ മരിച്ചു പോയി എന്നിട്ട് പറയേണ്ടി വരും, അല്ല അപ്പോൾ എന്ത് ചെയ്യൂ, നമ്മളെ അവസ്ഥ അതായി പോയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടമായി. അവരെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു പൈതലിനെ പറ്റി 3 ആളും ഒരേ മാതിരിയാണ് പറയുന്നത്. ആ 3 ആളും ഇങ്ങനെ തന്നെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെ പറയാൻ തന്നെ പാടില്ല. അപ്പോൾ ആ അനിയത്തിക്കുട്ടി പറഞ്ഞു, നമ്മളൊരു പണി നമുക്ക് ക്രിസ്ത്യൻസിനെ പള്ളി ചോദിച്ചു നോക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു മുസ്ലിം ആയ ആളല്ലേ, നിങ്ങൾ തന്നെ ഇതിൽ നമുക്ക് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇസ്ലാമിലെ പറഞ്ഞു, അപ്പോൾ നമ്മൾ മതപരമായിട്ട് പറഞ്ഞു കൊടുത്താന്, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും, അപ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞ് എന്നാലും ഇങ്ങനെ ഒരു പണി ഞങ്ങൾ തന്നെ പോറ്റിക്കണം, നമ്മളെ അവസ്ഥ ആയി പോയില്ലേ. അപ്പോൾ ഞാൻ അവർ നമ്മൾ വീട്ടിലേക്ക് പോകാറ്. അപ്പോൾ ഞാൻ എൻ്റെ സ്വാഭാവികമല്ലേ, അത് വിഷമം കൊണ്ട് പറഞ്ഞേക്കുകയും ചെയ്ത് ഞാൻ അവരെ വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ എൻ്റെ ഫാമിലിനോടൊക്കെ ഈ കഥ ഞാൻ പറഞ്ഞു.